നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആകാശത്തിലെ പോലെ അവർ സൂപ്പർ ഹീറോകളായി ഇതാ ഭൂമിയിലും, സമുദ്രം തൊട്ട് പിന്നെ ഭൂമിയിലേക്ക്. എല്ലാ മനുഷ്യർക്കും അഭിമാനിക്കാനുള്ള ഒരു ഗംഭീര ശ്രമം തന്നെ. ഇവരാണ് റിയൽ സൂപ്പർ സ്റ്റാറുകളെന്ന സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകൾ. മനുഷ്യൻ്റെ കഴിവുകൾ, ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം. അവസാനം അവർ ആകാശത്ത് നിന്ന് തിരിച്ചെത്തി ഗൈസ്, ഭൂമിയിലേക്ക് സ്വാഗതം. ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പുകൾ. വളരെ മനോഹരമായ കാഴ്ച. ഈ ചരിത്ര മുഹൂർത്തം നടക്കുമ്പോൾ ഈ സുന്ദരഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. ആ പാരച്ചൂട്ട് വിടർന്ന് ആകാശത്തിലേക്ക് അവർ ഒഴുകിയെത്തുന്ന കാഴ്ച. ഇന്നലെ ലോകം ഉറങ്ങാതെ കാത്തിരുന്നു. നാസയുടെ ലൈവ് സ്ട്രീമിങ്ങിൽ എല്ലാവരും കണ്ണു നട്ടിരുന്നു. 9 മാസം, കൃത്യമായി പറഞ്ഞാൽ 287 ദിവസം, ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമം. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്നിറങ്ങിയത്. തൊട്ടടുത്ത് നേവി സീലിൻ്റെ മുങ്ങൽ വിദഗ്ധർ. ഈ പേടകം സമുദ്രത്തിലേക്ക് വന്ന് പതിക്കുമ്പോൾ ഡോൾഫിനുകൾ തുള്ളിച്ചാടുന്നു. ഇന്നലെ രാവിലെയാണ് ഇവരെ വഹിച്ചുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ 9 മോഡ്യൂൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ഏകദേശം 15,000 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പേടകത്തിൽ നിന്ന് സോളാർ പാനൽ അടക്കമുള്ള ട്രങ്ക് ഭാഗം വിട്ടുമാറി. ട്രങ്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് പിന്നീട് കത്തിയമർന്നു. പേടകം അതിവേഗം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് ത്രസ്റ്ററുകൾ പ്രവർത്തിച്ച് വേഗം കുറച്ചു. പിന്നെ പതിയെ നിയന്ത്രിതമായ നിലയിൽ അന്തരീക്ഷത്തിലേക്ക്. ഇന്ത്യൻ സമയം പുലർച്ചെ 2:54 ഡീഓർബിറ്റ് ബേൺ വിജയകരമായി പൂർത്തിയാക്കി. 2:57 നോസ്കോൺ അടയ്ക്കൽ പൂർത്തിയാക്കി. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ കർഷണം കാരണം പേടകത്തിന് മേലുണ്ടാവുക 3500 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂട്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഹിറ്റ് ഷീൽഡും തയ്യാറാക്കി. പുലർച്ചെ 3:11 ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സൂളുകളിൽ നിന്ന് ഭൂമിയിൽ സന്ദേശമെത്തി. ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതോടെ കർഷണം കാരണം കൊടുംചൂടിലേക്ക് കടക്കുന്ന പേടകം അല്പസമയം ആശയവിനിമയം നഷ്ടമാകുമെന്ന്. കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ടിന് ശേഷം 3:21 പേടകത്തിന് ചുറ്റും പ്ലാസ്മ രൂപപ്പെട്ടു. അതിവേഗത്തിലായിരിക്കും ഈ ഘട്ടത്തിൽ പേടകം സഞ്ചരിക്കുക, ഒപ്പം അതീവ താപവും. ഈ സാഹചര്യത്തിൽ പേടകത്തിന് ചുറ്റുമുള്ള വായു തന്മാത്രകൾ അയണൈസ് ചെയ്യപ്പെട്ട് പ്ലാസ്മ കവചം രൂപം കൊള്ളുന്നു. പേടകത്തിൻ്റെ വേഗം പതിയെ കുറഞ്ഞു. പിന്നാലെ മെയിൻ പാരച്യൂട്ടുകൾ തുറന്നു. വേഗം പിന്നെയും കുറഞ്ഞു. പേടകവുമായി ഫ്ലോറിഡ തീരത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് 4 പാരച്യൂട്ടുകളുടെ സംവിധാനം പറന്നിറങ്ങുന്നു. എല്ലാം പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായുള്ള പ്രവർത്തനങ്ങൾ. ഒടുവിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 ഇവരെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിലിറങ്ങി. ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നീ ബഹിരാകാശ യാത്രികരായിരുന്നു സുനിതയ്ക്കൊപ്പം. നേവി സീലിൻ്റെ ബോട്ട് ആദ്യ 10 മിനിറ്റ് നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ MV മേഗൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റുന്നു. 4:10 പേടകത്തിൻ്റെ വാതിൽ തുറന്നു. 4:25 യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ഇവരെ പ്രത്യേക സ്ട്രെച്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി. നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ അവരെ കൊണ്ടുപോയത്. യാത്രികർ ഭൂമി തൊട്ടതോടെ ഇലോൺ മസ്കിൻ്റെ പ്രതികരണം. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. പേടകം റിക്കവറി ഷിപ്പിലെത്തിച്ച് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുന്നു. ഉപ്പുവെള്ളം പേടകത്തിൽ നിന്ന് ഒഴിവാക്കാനാണിത്. 4:10 പേടകത്തിൻ്റെ വാതിൽ തുറന്നത്. യാത്രികരുടെ ആദ്യ വീഡിയോ ചിത്രം പുറത്തു വന്നതോടെ വലിയ കയ്യടികൾ അങ്ങ് നാസയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും. ജൂൺ 5 ബോയിങ് സ്റ്റാർലൈനറിലാണ് സുനിത വില്യംസും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. മാർച്ച് 19 സ്പേസ് എക്സ് ഫ്രീഡം ഡ്രാഗണിൽ അവർ തിരികെ എത്തി. അതൊരു വല്ലാത്ത കഥയാണ്. സെപ്റ്റംബറിൽ നിലയത്തിലെത്തിയ ക്രൂ 9 ദൗത്യസംഘത്തിലെ നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നീ യാത്രികരും സുനിതയുടെ സംഘത്തിലുണ്ട്. പരിചയസമ്പന്നനായ നിക് ഹേഗായിരുന്നു യാത്രയുടെ കമാൻഡ്. സ്പേസ് എക്സിൻ്റെ കർശനമായ സുരക്ഷാ കാരണങ്ങൾ. 17 മണിക്കൂർ നീണ്ട യാത്ര. പ്രത്യേക റീ എൻട്രി സ്യൂട്ടുകളും ബൂട്ടുകളും ഹെൽമറ്റുകളും ധരിച്ചായിരുന്നു യാത്രികരുടെ മടക്കയാത്ര. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമറും തിരിച്ചെത്തിയത്. പിന്നാലെ പ്രതികരണവുമായി വൈറ്റ് ഹൗസ് വക്താവ്.
പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുവരെയും തിരികെ എത്തിക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. അത് പാലിച്ചെന്നാണ് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവന. പ്രസിഡന്റ് ട്രംപ് ബഹിരാകാശ യാത്രികരെ രക്ഷിക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. ഇന്നവർ സുരക്ഷിതരായി ഭൂമിയിലെത്തി. ഇതിനായി പരിശ്രമിച്ച സ്പേസ് എക്സ്, അതിൻ്റെ CEO ഇലോൺ മസ്ക്, ബഹിരാകാശ ഏജൻസി നാസ തുടങ്ങിയവർക്കും വൈറ്റ് ഹൗസ് നന്ദി അറിയിച്ചു. സുനിത വില്യംസിൻ്റെ ജന്മനാടായ ജുലാസൻ ഗ്രാമത്തിൽ വലിയ ആഘോഷം. നിരവധി പേരാണ് സുനിതയുടെ മടങ്ങിവരവ് പടക്കം പൊട്ടിച്ചും മറ്റും ആഘോഷിച്ചത്. ലോകമാകെ ഉറ്റുനോക്കിയ സുനിത വില്യംസിൻ്റെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് ഇന്ത്യയിലെ ജന്മനാട് ആഘോഷിക്കുന്നു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുനിത വില്യംസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. കൈവീശി ചെറുചിരിയോടെയാണ് സുനിത വില്യംസ് പുറത്തിറങ്ങിയത്. യാത്രികരെ സ്ട്രെച്ചറിൽ വൈദ്യപരിശോധനയ്ക്കായി മാറ്റുമ്പോഴും സുനിത വില്യംസ് കൈവീശി തൻ്റെ വരവറിയിക്കുന്നു. 12,13,47,491 മൈലുകൾ. ഇത്ര ദൂരം താണ്ടിയാണ് സുനിത വില്യംസും സംഘവും ഇപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലെത്തിയത്. ഈ യാത്രയിൽ അവർ 4,576 തവണ ഭൂമിയെ വലം വച്ചു. ഒരു സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ പ്രയാസമുള്ള നാഴികക്കല്ലുകൾ പിന്നിട്ടാണ് അവരുടെ ഭൂമിയിലേക്കുള്ള മടക്കം. 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ച സുനിത വില്യംസും ബുച്ച് വിൽമോറും എത്ര ദൂരം സഞ്ചരിച്ചു കാണും എന്ന് ചോദിക്കുന്നവരുണ്ട്. 286 ദിവസം നീണ്ട ദൗത്യത്തിൽ സുനിതയും ബുച്ചും 12,13,47,491 മൈലുകളാണ് സഞ്ചരിച്ചത്. കൃത്യമായ തയ്യാറെടുപ്പും അർപ്പണബോധവും പരിശ്രമവും. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് നാസ. പ്രസിഡന്റ് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം നാസയും സ്പേസ് എക്സും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ദൗത്യം 1 മാസം മുൻപേ പൂർത്തിയാക്കുകയായിരുന്നുവെന്ന് നാസ ആക്ടിംഗ് അഡ്മിനിസ്ട്രേഷൻ ജാംനെറ്റ് പെട്രോ. സ്റ്റാർലൈനറിൻ്റെ മനുഷ്യരെയും വഹിച്ചുള്ള ISSലേക്കുള്ള ആദ്യ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ജൂൺ 5 ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത്. ജൂൺ 7 അവർ ISSലെത്തി. ജൂൺ 13 മടങ്ങാനായിരുന്നു അവർ പദ്ധതിയിട്ടത്. എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിൻ്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകൾ, ഹീലിയം ചോർച്ച അവരുടെ എല്ലാ പരിപാടികളും മാറ്റിമറിച്ചു. ബോയിങ് സ്റ്റാർലൈനറിൽ മടങ്ങുക സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞു നാസ. തുടർന്ന് സഞ്ചാരികളില്ലാതെ ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ സെപ്റ്റംബർ 6 ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ തിരിച്ചെത്തി. 5ഓളം ബഹിരാകാശ വാഹനങ്ങൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപ്പോൾ ഡോക്ക് ചെയ്തിരുന്നു. സ്പേസ് എക്സ് ഡ്രാഗൺ, എൻഡെവർ, നോർത്രോപ്പ് ഗ്രൂമൻ റീസപ്ലൈ കപ്പൽ, സോയൂസ് MS-25, പ്രോഗ്രസ് 88, 89 റീസപ്ലൈ എന്നിവയായിരുന്നു ആ സമയത്ത് ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തിരുന്ന മറ്റു വാഹനങ്ങൾ. എന്നാൽ ബഹിരാകാശ നിലയത്തിലെ താമസം അപ്രതീക്ഷിതമായി നീണ്ടപ്പോൾ അവിടുത്തെ കമാൻഡറുടെ ചുമതല സുനിത വില്യംസ് ഏറ്റെടുത്തു. നിലയം കമാൻഡറായിരുന്ന റഷ്യൻ സഞ്ചാരി ഒലാഗ് കൊനോനെങ്കോ ഭൂമിയിലേക്ക് മടങ്ങിയതോടെ സുനിത വിടവ് നികത്തി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് 5 മണിക്കൂർ 26 മിനിറ്റ് നടന്നതോടെ ആകെ 62 മണിക്കൂർ 6 മിനിറ്റ് എന്ന റെക്കോർഡിലൂടെ സുനിത വില്യംസ് അഭിമാന നേട്ടം കൈവരിക്കുന്നു. ബഹിരാകാശ നിലയത്തിൽ സുനിതയും സഹയാത്രികനും കുടുങ്ങിപ്പോയതാണ് എന്ന വാർത്തകൾ ഭൂമിയിൽ. എന്നാൽ നാസ ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോറും സുനിത വില്യംസും ബഹിരാകാശത്ത് കുടുങ്ങിപ്പോവുകയായിരുന്നു എന്ന വാദം അംഗീകരിക്കുന്നില്ല. ഒരാഴ്ച നീണ്ടുനിന്ന താമസത്തിൽ നിന്ന് 9 മാസത്തിലേക്ക് നീണ്ടുപോയി എന്ന് മാത്രമെന്നാണ് നാസ പറയുന്നത്. എന്നാൽ ബൈഡൻ ഭരണകൂടം ബഹിരാകാശ യാത്രികരെ ഉപേക്ഷിച്ചുവെന്നാണ് ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും പറയുന്നത്. രാഷ്ട്രീയപരമായ ഒരായുധമാക്കി അവർ ഇതിനെ മാറ്റി. നാസയും ബഹിരാകാശ യാത്രികരും ഈ അവകാശവാദങ്ങളെ ശക്തമായി നിരാകരിച്ചു. സെപ്റ്റംബർ അവസാനം മുതൽ ISSൽ ഡോക്ക് ചെയ്തിരുന്ന സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ വില്യംസിനും വിൽമോറിനും ബദൽ ഗതാഗതം നാസ ക്രമീകരിച്ചിരുന്നതായി നാസ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അവർക്ക് വേണമെങ്കിൽ നേരത്തെ ഭൂമിയിൽ മടങ്ങിയെത്താമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ബഹിരാകാശ നിലയത്തിൽ ജീവനക്കാരുടെ കുറവുണ്ടാക്കും. ശാസ്ത്രീയ ഗവേഷണവും പതിവ് പ്രവർത്തനങ്ങളും താളം തെറ്റും. ഏറ്റവും പ്രായോഗിക പരിഹാരം വില്യംസും വിൽമോറും പതിവ് ISS ക്രൂ റൊട്ടേഷനിൽ ചേരുകയെന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ മാർച്ച് 14 ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റ് 4 ബഹിരാകാശ യാത്രികർ അടങ്ങുന്ന ക്രൂ 10 വിക്ഷേപിച്ചു. 28 മണിക്കൂറിന് ശേഷം ISSലെത്തി.
ഡ്രാഗൺ ഫ്രീഡം എന്ന് പേരിട്ടിരിക്കുന്ന ക്രൂ മൊഡ്യൂൾ ഒടുവിൽ ഇന്നലെ പുലർച്ചെ 3:30 ഫ്ലോറിഡ തീരത്ത് സുരക്ഷിതമായി ഇറങ്ങി. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന സുനിത വില്യംസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാർച്ച് 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കത്തയച്ചിരുന്നു. ആ കത്തിപ്പോൾ പുറത്ത്. സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് കത്ത് പുറത്തുവിട്ടത്. അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചപ്പോഴും മുൻപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനെ സന്ദർശിച്ചപ്പോഴും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് താൻ അന്വേഷിച്ചിരുന്നുവെന്നാണ് കത്തിൽ മോദി പറയുന്നത്. നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഞങ്ങൾ എത്രമാത്രം അഭിമാനിക്കുന്നുവെന്ന് ചർച്ച ചെയ്തു. ഈ ആശയവിനിമയത്തിന് ശേഷം നിങ്ങൾക്ക് കത്തെഴുതുന്നതിൽ നിന്ന് എനിക്കെന്നെ തടയാൻ കഴിയില്ല. 1.4 ബില്യൺ ഇന്ത്യക്കാർ എപ്പോഴും നിങ്ങളുടെ നേട്ടങ്ങളിൽ അത്രയധികം അഭിമാനിക്കുന്നു. സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ വീണ്ടും പ്രചോദനാത്മകമായ ധൈര്യവും സ്ഥിരോത്സാഹവും പ്രകടമാക്കിയിരിക്കുന്നു. പരേതനായ ദീപക് ഭായിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ താമസിച്ചിരുന്ന സുനിതയുടെ പിതാവ് ദീപക് പാണ്ഡ്യയെ പരാമർശിച്ചാണ് മോദി കത്തിൽ എഴുതിയത്. സുനിതയുടെ മാതാവ് ബോണി പാണ്ഡ്യ ആ തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നും മോദി കത്തിലെഴുതി. ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. നിങ്ങളുടെ നല്ല ആരോഗ്യത്തിനും ദൗത്യത്തിലെ വിജയത്തിനും വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരിച്ചുവരവിന് ശേഷം ഇന്ത്യ നിങ്ങളെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ പുത്രിമാരിൽ ഒരാൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്നത് സന്തോഷകരമായിരിക്കും. മോദിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.